നമസ്കാരം. അപ്പോൾ ഇന്ന് പ്രപഞ്ചശക്തി എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് മനസ്സിലാക്കാം. തീർച്ചയായും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായി മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുക. അല്ലാത്തതായ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാദേവനെ വന്ദിക്കുക. ഓം ഹ്രീം നമ ശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവത, നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ ഒരു നിമിഷം വന്ദിച്ച് ആ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായും നിങ്ങൾ എന്തിനൊക്കെയോ വേണ്ടി പ്രയത്നിച്ച് അതിൻ്റെ പ്രതീക്ഷിച്ച ഫലം ലഭിക്കാത്തതിനെ തുടർന്ന് ഇനിയെല്ലാം ഈശ്വരന്റെ തീരുമാനം എന്ന് വിചാരിച്ച് എല്ലാം ആ ദൈവത്തിൽ സമർപ്പിച്ച് നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി അതൊക്കെ നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്നൊരു മനോഭാവമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് എന്ന് തന്നെ പരാമർശിക്കാം. അത്തരത്തിലാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യമാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് എങ്കിലും നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷയോടെ എന്തിനൊക്കെയോ വേണ്ടി കാത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം. അതായത് അതൊരു ജോലിയാകാം, അല്ലെങ്കിൽ ഒരു സമ്പത്ത് അഥവാ സാമ്പത്തിക ഉണർവ് നൽകുന്നതായ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമായി ആകാം. അത്തരത്തിൽ എല്ലാ പ്രതീക്ഷകളും നിങ്ങൾക്കുണ്ട് എന്നതാണ് വാസ്തവം. അതുപോലെ നിങ്ങളുടെ കൺമുൻപിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്നാൽ അതൊന്നും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നില്ല. കാരണം മറ്റെന്തിലോ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട് എന്നതാണ് വാസ്തവം. മറ്റെന്തോ കാര്യവുമായി ബന്ധപ്പെട്ട് ഉറ്റുനോക്കിയിരിക്കുന്നതായ സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് എന്ന് കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്നതായ ആ സന്ദേശം എന്തെന്നാൽ, ഈ ഒരു സമയം ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ കൊണ്ടെത്തിക്കുവാൻ സഹായകരമാണ് എന്ന് കാണുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുവാൻ സാധിക്കുന്ന ഉപകാരങ്ങൾ നിങ്ങൾ ചെയ്ത് നൽകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. നിങ്ങൾക്ക് സാധിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് നൽകുന്നതിലൂടെ, കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ഒരുപാട് അനുഗ്രഹം നേടിത്തരും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ ആ സൽപ്രവൃത്തി നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ കാര്യങ്ങൾക്ക് ഊർജമായി തീരും, അല്ലെങ്കിൽ അനുകൂലമായി തീരും എന്ന് തന്നെ പരാമർശിക്കാം. അത്തരത്തിലാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ മറ്റൊരു സന്ദേശം എന്തെന്നാൽ, നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്ന് പോകുന്നവരായിരിക്കാം. പല തരത്തിലുള്ള മാനസികാവസ്ഥയിൽ കൂടി കടന്ന് പോകുന്നവരായിരിക്കാം. പലതരം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം നിങ്ങൾ. എന്നാൽ അതിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്യേണ്ടതായ കർമ്മം ചെയ്യാതിരിക്കുന്നതാണ്. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നിങ്ങളുടെ കർമ്മം എന്താണോ അത് നിങ്ങൾ ശരിയായ രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചില വ്യക്തികളുമായി അഥവാ ചില ആളുകൾക്ക് മാനസികമായിട്ട് വിഷമതകൾ വന്നാൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് അവരുടെ ഡെയിലി റുട്ടീൻ പോലും മാറ്റിക്കളയും. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ പലരിലുമുണ്ട്. ജോലിയിലൊക്കെ അലസത കാണിക്കുന്നതായ സാഹചര്യങ്ങൾ, ഒന്നിലും ഒരു കെയർ കൊടുക്കാതെ, ചെയ്യേണ്ട ജോലികൾ ചെയ്യാതെ എപ്പോഴും ഇതിനെപ്പറ്റി ആലോചിച്ച് ജീവിതം തന്നെ പാഴാക്കുന്നതായ അവസ്ഥ ചിലരിൽ കാണുന്നതാണ്. ഏവരിലുമല്ല, നിങ്ങളിൽ ചിലരിൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ ഉണ്ട് എന്നതാണ് വാസ്തവം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ തളർന്നിരിക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കർമ്മം എന്താണോ അത് ശരിയായ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള ഫലം നിങ്ങളെ തേടി വരും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായ മറ്റൊരു സന്ദേശവും ഇപ്രകാരമാകുന്നു.
തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായ സന്ദേശം നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ, ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. അതുപോലെ തന്നെ ചില വ്യക്തികൾ മൂലം വിഷമിച്ചിരിക്കുന്ന വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ മൂലം പിന്നീട് നിങ്ങളെ വിട്ടുപോയ ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടതായ ഒരു വ്യക്തി ആയിരിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതായത് മനസ്സിൽ നിന്നും ഒരിക്കലും വിട്ടുപോകാത്തതായ ഒരു വ്യക്തിയായിരിക്കാം എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ആ വ്യക്തിയുടെ എനർജി നോക്കുകയാണ് എങ്കിൽ അവർ വളരെയധികം പശ്ചാത്താപത്തോടു കൂടി നിൽക്കുന്ന വ്യക്തിയുടെ എനർജിയാണ് കാണുവാൻ സാധിക്കുന്നത്. അവർ ചെയ്ത കാര്യങ്ങളിൽ അവർ ഖേദം പ്രകടിപ്പിക്കുന്നതാകുന്നു. മാത്രമല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിലൊക്കെ കുറച്ചധികം ബുദ്ധിമുട്ടുകൾ തന്നെ കാണുന്നതാണ്. അതായത് അവർ എടുക്കുന്ന തീരുമാനങ്ങളിൽ വളരെയധികം പ്രയാസപ്പെട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് കാണുന്നു. അവരുടെ ജീവിതത്തിൽ വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉള്ളതായി കാണുവാൻ സാധിക്കുന്നതാണ്. ഒരു പക്ഷേ ഇവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇവർക്കേറ്റ ഏതെങ്കിലും ഒരു തിരിച്ചടിയാകാം, അല്ലെങ്കിൽ ഇവർ വിശ്വസിച്ച ഒരു വ്യക്തിയിൽ നിന്നുമുള്ള തിരിച്ചടിയാകാം. അവർ നേരിട്ട വഞ്ചന അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ അവരുടെ മോശമായ ശീലങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വാധീനം കൊണ്ട് വഴിതെറ്റിപ്പോയ വ്യക്തിയാകാം. ഇതിനാൽ പ്രപഞ്ചശക്തി അവർക്ക് താക്കീത് നൽകുന്ന രീതിയിൽ അവർക്ക് ചില തീരുമാനങ്ങൾ, മോശമായ അനുഭവങ്ങൾ ഇതൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു എന്നതാണ് വാസ്തവം. അഥവാ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതാകാം. അങ്ങനെയുള്ള അനുഭവങ്ങളായിരിക്കാം അവർ അനുഭവിച്ച് തീർത്തിരിക്കുന്നത് അല്ലെങ്കിൽ തീർത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ചിലർക്ക് ചില തിരിച്ചടികൾ വരുമ്പോൾ അപ്പോഴാണ് ചില തിരിച്ചറിവുകൾ പലർക്കും വന്നു ചേരുക. തെറ്റാണ് എന്ന ബോധ്യം അവർക്ക് ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തി പശ്ചാത്തപിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നതാകുന്നു. ഇവർ നിങ്ങളുമായി കോണ്ടാക്ട് ഉള്ള വ്യക്തികളായിരിക്കാം. അത്തരത്തിൽ ഊർജം ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള മാറ്റം സംഭവിച്ചിട്ടുള്ളതായാണ് കാണുവാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ അടുത്ത് നിന്നും പിണങ്ങിപ്പോയ വ്യക്തികളായിരിക്കാം ഇവർ. ഇത് ചില തെറ്റിദ്ധാരണകൾ കൊണ്ടാകാം സംഭവിച്ചിട്ടുണ്ടാകുക. മറ്റേതെങ്കിലും വ്യക്തികളുടെയോ സാഹചര്യങ്ങളുടെയോ സാന്നിധ്യം, ആ ഇടപെടലൊക്കെ ആകാം നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോകുവാനുള്ള കാരണം. എന്നാൽ നിങ്ങളുടെ അടുക്കൽ നിന്നും പോകുമ്പോഴുള്ള ആ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളതാകുന്നു. ഒരുപാട് മാറാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞു എന്നാണ് ഇവിടെ വ്യക്തമാക്കുവാൻ സാധിക്കുന്നത്. അവരുടെ ചിന്തകളിലും പെരുമാറ്റങ്ങളിലുമെല്ലാം അത്തരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നതാകുന്നു. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളോട് ഒരുപാട് ഫീലിങ്സ് കൊണ്ട് നടക്കുന്ന വ്യക്തിയായാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു ഊർജമാണ് കാണുന്നത്. നിങ്ങൾക്ക് വേദനകൾ തന്ന വ്യക്തിയായിരിക്കാം ഈ വ്യക്തി. നിങ്ങളെ വേദനിപ്പിച്ചതിൽ നല്ല രീതിയിൽ ഈ വ്യക്തിക്ക് കുറ്റബോധമുണ്ട്. മാത്രമല്ല ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ അവർക്ക് എത്രത്തോളം വേണ്ടപ്പെട്ടവരായിരുന്നു എന്നും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളവരായിരുന്നു എന്നും അവർ മനസ്സിലാക്കുന്നു എന്നതാണ് വാസ്തവം. അവർ ഒരു തിരിച്ചറിവിന്റെ പാതയിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തീർച്ചയായും നിങ്ങളിൽ നിന്നും പോകുമ്പോൾ നിങ്ങളുടെ ആ വാല്യൂ അവർ തിരിച്ചറിയാതെ പോയിട്ടുള്ള വ്യക്തിയായിരിക്കാം. അപ്പോൾ എന്തു തന്നെയാണ് എങ്കിലും ഇവർ ഇപ്പോൾ നിങ്ങളോട് തുറന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്.
നിങ്ങളുടെ വാല്യൂ എന്താണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തതായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. ഈ വ്യക്തി അപ്രകാരമാകാം പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കാണ്, അഥവാ ആ അവസ്ഥയിൽ നിന്നാണ് ഈ മാറ്റം സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു സമയം അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട്. പ്രപഞ്ചം തന്നെ അതിനൊരു വഴി ഒരുക്കി കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനകൾ എല്ലാം ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് എങ്കിൽ അതിനെല്ലാം ഒരു ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത്. ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് ഏത് രീതിയിൽ നിങ്ങളെ അവർ സമീപിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുമായി ഒരു കോണ്ടാക്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് മനസ്സ് നീറ്റി ഒരു നിമിഷം പോലും നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഒരു വിജയം വന്നെത്തുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. അതിനുള്ള സമയം അടുത്ത് വരിക തന്നെയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. പോസിറ്റീവായി ഇരിക്കണം. നെഗറ്റീവായ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ അത്തരം ചിന്തകളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മുൻപോട്ട് തന്നെ നിങ്ങൾ പോവുക. മുന്നോട്ടുള്ള വഴിയിൽ വഴികാട്ടിയായി ആ പ്രപഞ്ച ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട്. പ്രപഞ്ച ശക്തിയുടെ കരങ്ങൾ ഒരു സഹായിയായി പലരിലൂടെയും നിങ്ങൾക്ക് മുൻപിൽ എത്തും. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എന്ത് ലക്ഷ്യമാണ് ഉള്ളത് അതിനുവേണ്ടി കഠിനമായി തന്നെ പ്രവർത്തിക്കുക. നിങ്ങൾ ചെയ്യുന്ന നല്ല കർമ്മത്തിനുള്ള ഫലം എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. നിങ്ങളുടെ മുൻപിലെത്തുന്ന അവസരങ്ങൾക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് മറ്റൊന്നിനെ കുറിച്ചും ആകുലപ്പെടാതെ മുൻപോട്ട് പോവുക എന്നാണ് ഇവിടെ ലഭിക്കുന്ന മറ്റൊരു സന്ദേശം. അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം നിലനിർത്താൻ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ആത്മവിശ്വാസത്തോടെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും, അഥവാ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഭഗവാൻ നിങ്ങൾക്കായും വിജയത്തിന്റെ വാതിലുകൾ പൂർണ്ണമായും തുറക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി അപ്രകാരം ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്.